ഹലോ ഫ്രണ്ട്സ്, നീറ്റ് ആസ്പിരൻസിന് വേണ്ടി നമ്മുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നമ്മൾ നടത്തുന്ന വീക്കിലി ടെസ്റ്റ് സീരീസിൻ്റെ ആദ്യത്തെ ടെസ്റ്റാണ് ജൂലൈ 7 നടക്കുന്നത്. അപ്പോൾ ഇനി എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അത് ആദ്യം +1-ൻ്റെ 3 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 2 ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ദെൻ ആൾട്ടർനേറ്റ് ആയിട്ട്, അതായത് സെക്കൻഡ് ടെസ്റ്റ് +2-ൻ്റെതായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും നമ്മുടെ ടെസ്റ്റുകൾ ഉണ്ടാവുക. നിങ്ങൾക്ക് 9 മണി മുതൽ, രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള ഏതെങ്കിലും ഒരു സമയത്ത് 1 അവർ ടെസ്റ്റ് എടുക്കാവുന്നതാണ്. അപ്പം ആദ്യത്തെ ടെസ്റ്റിൽ നമ്മൾ +1 ടോപ്പിക്സിലെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുള്ള, ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ആദ്യത്തെ ടെസ്റ്റിന് ഉണ്ടാവുക. ബയോളജിയിൽ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററും, അതുപോലെ കെമിസ്ട്രിയിൽ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, ഫിസിക്സിലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇപ്പോൾ നമ്മളെ ലെക്ചേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങളെ പഠനവും ലെക്ചർ നോട്ട് പഠിക്കലും അതുപോലെ തന്നെ NCERTയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ വിട്ടുപോകാതെ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ എക്സാമിൻ്റെ മുമ്പേ കവർ ചെയ്യേണ്ട ടോപ്പിക്സ് അല്ലെങ്കിൽ ഏരിയാസ് ഏതൊക്കെയാണ് എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളിതൊരു ചെക്ക് ലിസ്റ്റ് ആയിട്ട് എടുക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം. ഓക്കെ, ആദ്യം ലിവിങ് വേൾഡിലേക്ക് നമുക്ക് വരാം. അവിടെ വാട്ട് ഈസ് ലിവിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് വരുന്നത് അല്ലേ. അവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഡിഫൈനിങ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ അവിടെ പറയുന്നുണ്ട്. അപ്പം ആ ഏരിയനെ ബേസ് ചെയ്തിട്ടാണ് അധികവും ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഡിഫൈനിങ് ക്യാരക്ടർ, അല്ലെങ്കിൽ ഡിഫൈനിങ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ 3-4 ഡിഫൈനിങ് ക്യാരക്ടേഴ്സ്, 3 ഡിഫൈനിങ് ക്യാരക്ടറും ഒരു നോൺ ഡിഫൈനിങ് ക്യാരക്ടറും കൊടുത്തിട്ട് ഓഡ് കണ്ടെത്താൻ, ഈ രൂപത്തിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ്, ഡിഫൈനിങ് ക്യാരക്ടേഴ്സിനെ ചുറ്റിപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻസാണ് അധികവും ആ ഏരിയയിൽ നിന്ന് വരാറുള്ളത്. ഓക്കെ, അപ്പം അത് ക്ലിയർ ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് പിന്നെ സിസ്റ്റമാറ്റിക്സിൻ്റെ ഭാഗമാണ് അല്ലേ. അതായത് ക്യാരക്ടറൈസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ, ഈ 4 ഏരിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അവിടെ നമ്മൾ ഈ ഒരു സംഭവം, ഇതിൻ്റെ ഡെഫിനേഷനൊക്കെ മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, 4 കാര്യങ്ങളും എന്താണെന്നുള്ളത്. അത് നമ്മൾ ലെക്ചറിൽ ഓൾറെഡി ഇതൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പബ്ലിക്കേഷൻസ്, പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് പബ്ലിക്കേഷൻസും അവരുടെ ഓതേഴ്സിൻ്റെ നെയിമും കറക്റ്റ് നമ്മൾ പഠിച്ചു വെക്കുക. പിന്നെ നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ട റൂൾസ്, നമ്മൾ NCERTയിൽ പറഞ്ഞിട്ടുള്ള റൂൾസ് എന്തായാലും പഠിക്കണം. ആ റൂൾസ് കറക്റ്റ് പഠിക്കുക. അത്തരം ക്വസ്റ്റ്യൻസ് നോമൻക്ലേച്ചറിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ വരുന്നത് ടാക്സോണമിക് ഹയറാർക്കിയാണ്. അവിടെ നമ്മൾ ആദ്യം സ്പീഷീസിൻ്റെ ഡെഫിനിഷൻ മാത്രമാണ് അവിടെ വേറിട്ട് നിൽക്കുന്നത്. അപ്പോൾ സ്പീഷീസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ ടാക്സോണമിക് കാറ്റഗറീസ്, ഹയറാർക്കിയിലുള്ള എല്ലാ കാറ്റഗറീസും പഠിക്കുക. അവിടെ നമുക്ക് ടാക്സോൺ തന്നിട്ട് ടാക്സോണമിക് കാറ്റഗറി ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ടാക്സോണും ടാക്സോണമിക് കാറ്റഗറിയും തമ്മിലുള്ള ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഉദാഹരണത്തിന് ബേഡ്സ് എന്നുള്ളൊരു ഗ്രൂപ്പ് തന്നിട്ട് അത് ഏത് ടാക്സോണമിക് കാറ്റഗറി അല്ലെങ്കിൽ ഏത് ലെവലിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ബേഡ്സ് എന്ന് പറയുന്ന ഒരു ടാക്സോണാണ്, അത് ഏത് കാറ്റഗറിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതൊന്ന് നോക്കി വെക്കുക. പിന്നെ ആ ഏരിയയുമായിട്ട്, അതായത് ടാക്സോണമിക് ഹയറാർക്കിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടത് NCERTയിൽ എല്ലാ ടാക്സോണമിക് കാറ്റഗറിക്കും എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പിന്നെ നമ്മൾ ജീനസിനെ പറയുമ്പം പാന്തര ലിയോ, പാന്തര പാഡസ് ആൻഡ് പാന്തര ടൈഗ്രീസ്, ഈ 3 സ്പീഷീസും ഒരു ജീനസിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ പ്ലാന്റ്സിൻ്റെതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനിമൽസിനും പ്ലാന്റ്സിനും എക്സാമ്പിൾസ് ജീനസിൻ്റെ കേസിലും ഫാമിലിയിലും ഓർഡറിലും ക്ലാസ്സിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, NCERTയിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. NCERTയിൽ പറഞ്ഞ എക്സാമ്പിൾസ് നിർബന്ധമായിട്ടും പഠിക്കാം. പിന്നെ NCERTയിൽ ഒരു ടേബിൾ ഉണ്ട് അല്ലേ. ടേബിളിൽ സയൻറ്റിഫിക് നെയിംസും ഓർഡറും എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്യുക. അതാണ് പിന്നീട് വരുന്നത്. ദെൻ ടാക്സോണമിക് എയ്ഡ്സ് ആണ്, അത് ഓൾറെഡി ഒഴിവാക്കിയിട്ടുള്ള, ഡിലീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. അത് നമ്മൾ ലെക്ചറിലും കവർ ചെയ്തിട്ടില്ല. ആ ഏരിയ നമ്മൾ നോക്കണ്ട. ഓക്കെ, അപ്പം ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും നോക്കുക. ഓക്കെ, വേറെ ഒരു കൺസെപ്റ്റ്, അതായത് നമ്മളിപ്പം ടാക്സോണമിക് ഹയറാർക്കിയിൽ താഴെ നിന്നും മുകളിലേക്ക് പോകുന്തോറും കോമൺ ക്യാരക്ടേഴ്സ് കൂടാണോ കുറയാണോ ചെയ്യുന്നത്, അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറിലും ഓരോ കാര്യങ്ങളും കൂടാണോ കുറയാണോ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. അതുപോലെ യൂണിറ്റ് ഓഫ് ടാക്സോണമി, ബേസിക് യൂണിറ്റ് ഓഫ് ടാക്സോണമി, ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ ലെക്ചറിൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നോക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ലിവിങ് വേൾഡ് എന്നുള്ള ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വരുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയാണ്. അവിടെ
നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നമ്മളെ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്ററാണ്. മാറ്ററിനെ കുറിച്ച്, മാറ്റർ എന്താണ്, മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ അതൊരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. അവിടെ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. പിന്നെ വരുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സൊക്കെയാണ്, അതേപോലെ ടെമ്പറേച്ചറിൻ്റെ കൺവേർഷൻസൊക്കെ. അത് നമുക്ക് എവിടെ കവർ ചെയ്യാം? ഫിസിക്സിൽ കവർ ചെയ്യാം. ഓക്കെ, ഫിസിക്സിലായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരിക. പിന്നീട് ആണ് നമ്മുടെ കോർ കൺസെപ്റ്റ് തുടങ്ങുന്നത്, കോർ ഏരിയ തുടങ്ങുന്നത്, അതായത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ മുതൽ. അപ്പോൾ അവിടെ 5 ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചത്, അത് കംപ്ലീറ്റ് റിവൈസ് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ലോ ഓഫ് റെസിപ്രോക്കൽ പ്രൊപ്പോർഷൻ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത്, ആ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ മാസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ റിയാക്റ്റൻസിൻ്റെ മാസ് തന്നിട്ട് പ്രോഡക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു മാസ് ചോദിക്കാം. അവിടെ നമ്മൾ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ്, ആ ഒരു ഇക്വേഷൻ നമ്മളത് ക്ലാസ് എടുത്തപ്പം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ കഴിഞ്ഞാൽ മോൾ കൺസെപ്റ്റാണ്. മോൾ കൺസെപ്റ്റ് ആ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അത് നമുക്ക് ഇവിടെ മാത്രമല്ല, ഇനി വരുന്ന എല്ലാ എന്താ പറയുക, കെമിസ്ട്രീൻ്റെ എല്ലാ പാർട്ടിലും നമുക്ക് ആവശ്യമുള്ള ഒരു ഏരിയയും കൂടിയാണ്. അത് ഞാൻ കറക്റ്റായിട്ട് 10 റിലേഷൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. 10 റിലേഷൻസ് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യലെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് മോൾസ് തന്നാൽ അതിനെ മാസാക്കുന്നത്, മാസിലേക്കാക്കുന്നത്, പാർട്ടിക്കിൾസിലേക്കാക്കുന്നത്, അതുപോലെ വോളിയത്തിലേക്കാക്കുന്നത്, മോളിനെ മോളിലേക്ക്, ഇപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ മോൾസ് തന്നാൽ പ്രോഡക്റ്റിൻ്റെ മോൾസ് കാണുന്നത്, ഇങ്ങനെ മോൾസും തമ്മിൽ, മാസും തമ്മിൽ ഇങ്ങനെ 10 റിലേഷൻഷിപ്പ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ മോൾ കൺവേർഷൻ നിങ്ങൾക്ക് തറവായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. അതാണ് ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റോഷിയോമെട്രിയാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, റിയാക്റ്റൻസിൻ്റെ മാസ് തന്നാൽ പ്രോഡക്റ്റിൻ്റെ മോൾസ് കാണാൻ, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ വോളിയം തന്നാൽ ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണാൻ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അതുപോലെ ലിമിറ്റിംഗ് റിയേജൻറ്റ് കാണാൻ നമ്മൾ പഠിപ്പിച്ചത് പ്രകാരം x/a അതുപോലെ y/b കണ്ടിട്ട് അതിലേതാണ് ചെറുത് നോക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതങ്ങനെ തന്നെ പഠിക്കുക. എന്നിട്ട് ആ രീതിയിൽ തന്നെ സോൾവ് ചെയ്ത് ശീലിക്കുക. ഓക്കെ, ലിമിറ്റിംഗ് റിയേജൻറ്റ് കാണാനുള്ള അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അതേപോലെ ഈ സ്റ്റോഷിയോമെട്രിയിൽ തന്നെ നമ്മളെ കമ്പഷൻ റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. കമ്പഷൻ റിയാക്ഷൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്നു, ഹൈഡ്രോ കാർബൺസ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുക. നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിലും അത് കവർ ചെയ്യും. ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് എൻ്റെ ബേസിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അത് ഇനിയും നമുക്ക് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കവർ ചെയ്യുമ്പം അവിടെ നമുക്കത് കൃത്യമായിട്ട് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് എംപിരിക്കൽ ഫോർമുലയും അതുപോലെ മോളിക്കുലാർ ഫോർമുലയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് താരതമ്യേന ഈസി ആയിരിക്കും. എംപിരിക്കൽ ഫോർമുല കാണാനുള്ള സ്റ്റെപ്സാണ് അവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നമുക്ക് പെർസെൻറ്റേജിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ മാസിലേക്ക് മാറ്റുക, പിന്നെന്താണ് മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, നമ്പർ ഓഫ് മോൾസ് കാണുക, അതിൻ്റെ റേഷ്യോ എടുക്കുക. ആ ഒരു സ്റ്റെപ്സ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അവിടുന്ന് അധികം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. പിന്നെ കോൺസെൻട്രേഷൻ ടേംസ് ആണ് വരുന്നത്. ഓക്കെ, കോൺസെൻട്രേഷൻ ടേംസിൽ നമ്മളൊക്കെ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെഫിനിഷൻ പഠിക്കും, അതുപോലെ ഇക്വേഷൻസും പഠിക്കും. പക്ഷേ ഇൻ്റർ കൺവേർഷൻസ് അല്ലെങ്കിൽ ഇൻ്റർ കണക്ഷൻസ് നമ്മൾ അത് അവിടെ അതിനെക്കുറിച്ച് അത്ര ബോധർ ചെയ്യില്ല. അതായത് ഇപ്പം വെയിറ്റ് ബൈ വോളിയം, മാസ് ബൈ മാസ്. ഓക്കെ, സോറി, വെയിറ്റ് ബൈ വോളിയം ബൈ വോളിയം. അപ്പോൾ ഇതിനെ മൂന്നിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇൻ്റർ കണക്ട് ചെയ്യാം. അതുപോലെ മൊളാലിറ്റിയെയും മോൾ ഫ്രാക്ഷനെയും കണക്ട് ചെയ്യാം. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ മൊളാരിറ്റിയുടെ ഇക്വേഷൻ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഒരുപാട് കാര്യങ്ങളുടെ ഇൻടേംസിൽ നമുക്ക് പറയാൻ പറ്റും. സ്ട്രെങ്ത്തിൻ്റെ ഇൻടേംസിൽ പറയാം, വോളിയം ബൈ വോളിയം പെർസെൻറ്റേജിൻ്റെ ഇൻടേംസിൽ, വോളിയം ബൈ മാസിൻ്റെ ഇൻടേംസിൽ, അതേപോലെ തന്നെ എന്താ പറയുക, നമ്പർ ഓഫ് മോൾസിൻ്റെ ഇൻടേംസിൽ, അതുപോലെ മോളിക്കുലാർ വെയ്റ്റും അതുപോലെ തന്നെ ഗിവൺ മാസും വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പല പല രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊളാരിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കി വെക്കുക. പിന്നെ മൊളാലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതും നോക്കി വെക്കുക. ഇങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻ്റർ കണക്ഷൻസൊക്കെ നമ്മൾ ആ കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത്തരം ക്വസ്റ്റ്യൻസാണ് അതിന് കൂടുതൽ വരാറുള്ളത്. ഓക്കെ,
പിന്നെ അപ്പം അത്രയും ടോപ്പിക്കാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ നിന്നും ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഫിസിക്സ് ആണുള്ളത്. ഫിസിക്സിൽ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് 7th നമുക്ക് ഉള്ള എക്സാമിലുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം നമ്മളെ ബേസിക് ടേംസ് ഒക്കെ, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഡിസ്റ്റൻസ് എന്താണെന്നുള്ള ആ ഒരു സംഗതിയാണ് ആദ്യം വരുന്നത്. ആ ഏരിയ അധികം ക്വസ്റ്റ്യൻസ് വരാത്തൊരു ഏരിയയാണ്. പക്ഷേ എങ്കിലും നമുക്ക് ചെറിയ രൂപത്തിലൊക്കെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ആവറേജ് വെലോസിറ്റിയിലേക്ക് വരുമ്പം നമുക്ക് സെയിം ടൈം ഇൻ്റർവെൽ, അതായത് ഹാഫ് ദ ഡിസ്റ്റൻസ് ഒരു സ്പീഡിലും ഹാഫ് ദ ഡിസ്റ്റൻസ് വേറൊരു സ്പീഡിലും, അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി കാണാൻ. അതുപോലെ ഹാഫ് ദ ടൈം ഒരു സ്പീഡിലും മറ്റേ ഹാഫ് ദ ടൈം ഒരു സ്പീഡിലാണെങ്കിൽ ആവറേജ് വെലോസിറ്റി കാണാൻ. അതെങ്ങനെയാണ് കാണുന്നത്? ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ആദ്യത്തെ ഒരു ഹാഫ് അതിന് തന്നെ പിന്നെ 2 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ്, ഓക്കെ, ലെവൽ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മളെ ലെക്ചറിൽ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കുക, കറക്റ്റ് ക്ലിയർ ചെയ്ത് വെക്കുക. പിന്നെ അത് വേണമെങ്കിൽ ആ ഇക്വേഷൻസ് 2v1 v2 ഡിവൈഡ് ബൈ v1 + v2, അതേപോലെ v1 + v2/2, ഈ ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്താൽ മതി. രണ്ട് കേസല്ലേ പ്രധാനമായിട്ടുള്ളത്, അത് ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റ്സ് ആണ് അല്ലേ. ഗ്രാഫിൽ നമുക്ക് സ്ലോപ്പ് കണ്ടാൽ, അതായത് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ്, അതുപോലെ കോഡിൻ്റെ സ്ലോപ്പ്, പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സലറേഷൻ ടൈം ഗ്രാഫ്, ഈ 3 ഗ്രാഫിൽ നിന്നും നമുക്ക് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ള കൺസെപ്റ്റ്സ് ആണ്. ദെൻ വരുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷനാണ്. ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊന്ന് സൈൻ കൺവെൻഷനാണ്. ഇപ്പം മോഷൻ അണ്ടർ ഗ്രാവിറ്റി ഒക്കെ ആണെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും അത് നമ്മൾ ചെയ്യണം. അതേപോലെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കിട്ടുക നമുക്ക്. S=ut + ½ at² എന്നുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുക, എന്തല്ല, ഡിസ്റ്റൻസ് അല്ല. അത് ഓർത്ത് വെക്കുക. ഇപ്പം ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളൊരു ബോഡി ഒരു വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അതിന് ഡീസിലറേഷൻ ഉണ്ട് അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ടൈം ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ ആ ബോഡി വെലോസിറ്റി ചേഞ്ച് ചെയ്ത് വെലോസിറ്റി 0 ആയി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ നമ്മൾ 2 ഫേസ് ആയിട്ട് അതിനെ ചെയ്താൽ മതി. ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അതായത് വെലോസിറ്റി 0 ആവുന്നത് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം, അതിൻ്റെ മോഡ് കാണാം. ദെൻ വെലോസിറ്റി 0 ആയത് മുതൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത ആ ഒരു ഫേസിലുള്ള എന്താ പറയുക ഡിസ്പ്ലേസ്മെൻറ്റ് കാണാം, അതിൻ്റെ മോഡ് കണ്ടിട്ട് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അത് ഞാൻ ലെക്ചറിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നമുക്ക് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിലേക്ക് വരികയാണെങ്കിൽ, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ അവർ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്സ് 1:3:5:7 എന്നുള്ള റേഷ്യോയിലായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത്, അതായത് നമ്മുടെ ഇപ്പം എന്താ പറയുക, ഉദാഹരണമായിട്ട് എ ആണെങ്കിൽ അത് ജി ആവുന്നു, അതുപോലെ എസ് നമ്മൾ എച്ച് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ പുതിയ ഇക്വേഷൻസ് നമുക്ക് കിട്ടും അല്ലേ. അത് എന്തൊക്കെയാണ്? ടൈം ഓഫ് അസെൻഡ്, ടൈം ഓഫ് ഡിസെൻഡ്, അതേപോലെ ഇപ്പോൾ നമ്മളൊരു ബോഡീനെ എറിഞ്ഞു കഴിഞ്ഞാൽ, ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഹൈറ്റിലെത്തിയിട്ട് സെയിം ഹൈറ്റിൽ തിരിച്ചെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി സെയിം ആയിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ്. അത്തരം കൺസെപ്റ്റൊക്കെ റിവൈസ് ചെയ്യുക. ഓക്കെ, പിന്നെ അവിടെ തന്നെ ടൈം ഓഫ് അസെൻഡും ടൈം ഓഫ് ഡിസെൻഡും മാക്സിമം ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ അല്ലേ. പിന്നെ അവരുടെ പ്രൊപ്പോർഷണാലിറ്റി, ആ പ്രൊപ്പോർഷണലൊക്കെ വെച്ചിട്ട് ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ വെലോസിറ്റി ഇത്ര കൂട്ടുകയാണെങ്കിൽ ഹൈറ്റ് എത്ര കൂടും, അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി നമുക്കറിയാലോ, സ്ക്വയറിനോടാണോ അല്ലെങ്കിൽ റൂട്ടിനോടാണോ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത് എന്ന് നോക്കിയാൽ അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മോഷനെ സ്ട്രേറ്റ് ലൈനിൽ നിന്ന് നോക്കി വെക്കാനുള്ളത്. അതൊക്കെ പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, റിവിഷൻ നടത്തുമ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് പോവുക. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ടത് നമ്മൾ ലെക്ചർ കണ്ട് ലെക്ചറിൻ്റെ നോട്ട് വായിച്ച് NCERT വായിച്ച് ക്വസ്റ്റ്യൻസൊക്കെ അന്നാന്ന് തന്നെ ചെയ്തു പോവുക. അതിൻ്റെ ശേഷം എക്സാം വരുമ്പം ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ആ റിവിഷനിൽ നിങ്ങൾ കവർ ചെയ്യാത്ത എന്തെങ്കിലും ഏരിയ ബാക്ക്ലോഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സാമിൻ്റെ മുമ്പായിട്ട് തന്നെ കവർ ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഫസ്റ്റ് വീക്ക്ലി ടെസ്റ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ, നമുക്ക് വീക്ക്ലി ടെസ്റ്റ് സീരീസ് കറക്റ്റായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം.
അതിൽ ഒരു എക്സാമും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങളെല്ലാവരും അത് അറ്റൻഡ് ചെയ്യണം. നമ്മുടെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സിലബസ് തീർക്കണം. അതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ആൾട്ടർനേറ്റ് ആയിട്ട് എക്സാം ഇട്ട് പോവാം. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ എവറിത്തിങ്. ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു.